ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിന്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ എക്കോണമിയെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്തും അതിനുശേഷവും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഇക്കോണമിയുടെ ഫോം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇക്കോണമി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ത്യയുടെ ആ ഒരു പാസ്റ്റിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കണം. അപ്പോ ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും എക്കണോമിക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആണ്, അല്ലെ സബ്ജക്ട് മാറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ അത്രയും ഇഴകി ചേർന്ന് നിൽക്കുന്ന രണ്ട് സബ്ജക്റ്റുകളാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ ആ ഒരു സമയത്ത് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയ സമയത്ത് ഇന്ത്യയുടെ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെയും അടുത്ത ഇതിനു ശേഷം വരുന്ന ചാപ്റ്ററുകളിലൂടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാരുടെ അതായത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജസ്റ്റ് അവർക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം മാത്രമാണ്. ആരായിരുന്നു? റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ റോ മെറ്റീരിയൽസ്, അല്ലെ? ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിന്നിരിക്കട്ടെ. ആ സാധനം ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടുകളെയാണ് ഞാൻ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്ഥലം, അതായത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ രാജ്യത്ത് പോയി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവർക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം മാത്രമായിരുന്നു. ഓക്കെ, അപ്പോ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ചൂഷണ മനോഭാവം, അല്ലെ, അവരത്രയും നമ്മുടെ ഇന്ത്യ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ചൂഷണ മനോഭാവം അതിൽ നിന്ന് പിന്നീട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഇന്ത്യയെ എത്രമാത്രം അഫക്ട് ചെയ്തു, ഇങ്ങനത്തൊക്കെയുള്ള കാര്യങ്ങളാണ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. അതെന്താന്ന് വെച്ചാൽ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിംഗ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അതായത് ആദ്യം നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ വന്നതിന് മുൻപ് എന്തായിരുന്നു, വന്നതിന് ശേഷം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇതിൽ നിങ്ങൾ കാണാതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ഒരു കഥ പോലൊന്ന് കേട്ടിരിക്കുക. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഈ ഒരു ചാപ്റ്റർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി തന്നെ അങ്ങനെയാണ്. നമുക്ക് കാണാതെ പഠിക്കാനായിട്ട് ഇതിനകത്ത് ഒന്നുമില്ല. ആ ഒരു ചെയിൻ ഓഫ് ഈവൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ PPT-യിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം, ഇന്ത്യ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് ഇന്ത്യ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടാണോ ഇരുന്നത്, അതോ ഇന്ത്യയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചിരുന്നോ എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് എക്കോണമി ആയിരുന്നു. എന്താണ്?
ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിരുന്നു. അതായത് ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ, അവിടെ ഇഷ്ടം പോലെ ഇൻഡസ്ട്രികൾ ഉണ്ടായിരിക്കും, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അങ്ങനൊന്നുമല്ല. അവിടെ അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കേട്ടോ. കൃഷിയാണ്. അവർക്ക് പുറത്തുനിന്ന് ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അഗ്രികൾച്ചർ ആണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിരുന്നു എങ്കിൽ പോലും അവര് കൃഷിക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. എന്നാൽ ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ തോതിൽ മാത്രമായിരുന്നു കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ഇൻഡസ്ട്രികളോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും അല്ല. ചെറിയ ചെറിയ, അത് നമ്മളിപ്പോ അടുത്ത സെന്റൻസിൽ അതാണ് പറയുന്നത്. അതായത് ഈ കൈത്തൊഴിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങള്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രികള്, കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈലുകള്, മെറ്റല്, അതുപോലെ തന്നെ വളരെ വിലപിടിപ്പുള്ള ചില സ്റ്റോണുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും അവര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് സ്മോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഹാൻഡിക്രാഫ്റ്റ്, കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈലുകള്, മെറ്റല്, പ്രഷ്യസ് സ്റ്റോൺസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തരാമേ. ആ സ്ഥലത്തിന്റെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ധാക്കയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ധാക്ക മസ്ലിൻ എന്ന് പറയുന്ന ഒരു മസ്ലിൻ ആണ്, ഒരു കോട്ടൺ ടെക്സ്റ്റൈല് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളത് ഓർക്കുക കേട്ടോ. ധാക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ DACCAI, ധാക്കി മസ്ലിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു പ്രത്യേക തരം കോട്ടൺ ടെക്സ്റ്റൈൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ പറയുമ്പോൾ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശും. അപ്പൊ അതിങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഏറ്റവും, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ തുണിത്തരമായിരുന്നു ഈ ധാക്ക മസ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് മൽമൽ ഷാഹി എന്ന് പറയുന്നത് കേട്ടോ. മൽമൽ ഷാഹി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന മൽമൽ ഖാസ് അല്ലെങ്കിൽ മൽമൽ ഷാഹി എന്നൊക്കെ പറയുന്ന തുണിത്തരങ്ങള്. മസ്ലിൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം അങ്ങനത്തെ തുണിത്തരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് ഈ സമയത്ത് ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ തുണിത്തരങ്ങൾക്കൊക്കെ അന്ന് നല്ല റെപ്യൂട്ടേഷൻ, അതായത് നമ്മുടെ ഇന്ത്യക്ക് അന്ന് ലോകത്തിലെ മാർക്കറ്റുകളിൽ ഭയങ്കര പേരായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള തുണിത്തരങ്ങളും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകത്ത് എവിടെ ചെന്നാലും ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഹാൻഡിക്രാഫ്റ്റും കോട്ടണും സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽസ്, പ്രഷ്യസ് സ്റ്റോൺസ് പോലത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ തുണിത്തരങ്ങളൊക്കെ പുറമെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയച്ച് അങ്ങനെ ഭയങ്കര എന്താണ് ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ബ്രിട്ടീഷുകാര് ഇവിടെ വന്നതിന് ശേഷമുള്ള കഥ നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള ടൈമില് ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ബ്രിട്ടീഷുകാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾക്കാണ്. അവരുടെ രാജ്യത്തിന് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം, അവരുടെ രാജ്യത്തിന് എങ്ങനെ അവരുടെ സമ്പത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പറയുന്ന ഇന്ത്യൻ എന്താണ് നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അവരുടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് അല്ലെ. അപ്പൊ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കായിരുന്നു ഈ എന്താണ് ഇന്ത്യ അതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അല്ലാതെ നമ്മുടെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ വല്ലതും അവര് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവര് മിയർലി അവരുടെ ഇൻട്രസ്റ്റുകൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എന്നോണം
നമ്മുടെ ഇന്ത്യ എന്തായിട്ട് മാറുകയാണ്? റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഓക്കെ, റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അസംസ്കൃത വസ്തുക്കൾ, ഇൻപുട്ടുകൾ. അങ്ങനെ ഇൻപുട്ടുകൾ കൊടുക്കുന്ന ഒരു രാജ്യവും, എന്നാൽ ഈ ബ്രിട്ടനിൽ അന്ന് മറ്റേ എന്താണ് അത്യാവശ്യം കാര്യമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പം അന്ന് അവിടുന്ന് വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്ന ഒരു അവസ്ഥയുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല. പകരം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകൾ, അതായത് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ മാക്സിമം എടുത്തുകൊണ്ട് പോയി അതൊക്കെ ബ്രിട്ടനിൽ കൊണ്ടുവന്നിട്ട് സാധനങ്ങളാക്കി അത് തിരിച്ച് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കാൻ അവർക്ക് നല്ല മിടുക്കായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൊളോണിയൽ ഗവൺമെന്റ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്തിട്ടുണ്ടാവോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഇന്ത്യയിലെ ദേശീയ വരുമാനമോ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് ഇങ്ങനെ എഴുതാം. പെർ ക്യാപിറ്റ ഇൻകം ഞാൻ എന്റെ സൈഡിലോട്ട് എഴുതാണ്. പെർ ക്യാപിറ്റ ഇൻകം ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ PCI അഥവാ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് പറയും. അതായത് ഒരാൾക്ക് പെർ ഹെഡിന് എത്ര രൂപയാണ് നമ്മുടെ രാജ്യത്തുള്ള വരുമാനം എന്ന് നോക്കുന്ന ഒരു കണക്കാണിത് കേട്ടോ. അപ്പൊ ഈ PCI അഥവാ നമ്മൾ ഈ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകമോ അല്ലെ ഇന്ത്യയുടെ നാഷണൽ ഇൻകമോ ഒന്നും കണക്കാക്കാൻ ഈ പറയുന്ന കൊളോണിയൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു രീതിയിലുള്ള നടപടികൾ എടുത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു നടപടികളും ആര് സ്വീകരിച്ചിട്ടില്ല? ഈ കൊളോണിയൽ ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് വ്യക്തികൾ ഉണ്ടായിരുന്നേ, ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. ദാദാഭായ് നവറോജി നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ഇന്ത്യൻ എക്കോണമിയുടെ തന്നെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അതുപോലെ വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി, ഇവരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി, ഇത്രയും പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പം ഇതിനകത്ത് ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരാര് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ MCQ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് കൺസേൺഡ് ആയിരിക്കണം, ഇവരുടെ പേരുകൾ പഠിച്ചിരിക്കണം. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി. ഇതിനകത്ത് ഒരു പേര് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് VKRV റാവു എന്ന് പറയുന്നത് കേട്ടോ. ഈ RV റാവു ഉണ്ടല്ലോ, VKRV റാവു. ഈ VKRV റാവുവിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ പുള്ളിക്കാരനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ VKRV റാവു ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ലെസ് ദാൻ 2% ആയിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ലെസ് ദാൻ 2% ആയിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അതായത് 2% കുറവായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, 2% കുറവായിരുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം, 2% കുറവായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അന്നത്തെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2%-ലും താഴെയായിരുന്നു, മൈനസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോ ഇന്ത്യൻ എക്കോണമി കൊളോണിയൽ റൂളിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ ഒരു പോയിന്റ് എഴുതേണ്ടത്. അപ്പം മാക്സിമം ഈ പറയുന്ന കൊളോണിയൽ ഗവൺമെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് നമ്മുടെ ഇന്ത്യ എങ്ങനെയാ കൺസിഡർ ചെയ്തത്?
റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടും അതുപോലെ തന്നെ അവര് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആയിട്ടും മാത്രമാണ് അവർ ഇന്ത്യ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യങ്ങൾ പോലും ബ്രിട്ടൻ ചെയ്തിട്ടില്ല, ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ ഒന്നും ബെറ്റർ ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി ഇവരൊക്കെ ഈ കൊളോണിയൽ പീരീഡിൽ, അതായത് ഈ എന്താണ് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇന്ത്യയുടെ നാഷണൽ പെർ ക്യാപിറ്റ ഇൻകം അളക്കാൻ നോക്കിയ ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് less than 2% ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ടാവർനിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് യാത്രികൻ ഉണ്ടായിരുന്നു, സഞ്ചാരി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പണ്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം ഈജിപ്തുമായിട്ടൊക്കെയാണ് ഇന്ത്യ കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് ഏതാണ്ടൊരു 17-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ബംഗാളിലൊക്കെ വരുന്നത്. അപ്പൊ ബംഗാൾ കണ്ടിട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ബംഗാൾ എന്ന് പറയുമ്പോൾ അന്ന് ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള, ഈ പറയുന്നത് പോലെ നല്ല ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി പറയുന്നത് ഈജിപ്തിനെക്കാട്ടിലും സുന്ദരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ VKRV റാവുവിനെയും ദാദാഭായ് നവറോജിയെ, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, RC ദേശായി ഇത്രയും പേരെ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. അതായത് റോ മെറ്റീരിയൽസിന്റെ സപ്ലയർ ആയി, അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ കൺസ്യൂമർ ആയി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ മെയിൻ പോയിന്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ പ്രീ ബ്രിട്ടീഷ് അല്ലെ, അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ളതാണ് കേട്ടോ. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലെ ഇന്ത്യയുടെ കാർഷിക മേഖല എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യ എന്താണ്, ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിരുന്നു അല്ലെ. ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ എക്കോണമി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, അത് അഗ്രേറിയൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അഗ്രേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഷിക അല്ലെ, കൃഷി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ നമ്മൾ മുഴുകിയിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അതിന്റെ ഒരു പെർസെന്റേജ് പറയുന്നുണ്ട്, ഒരു 85%ഓളം ആൾക്കാര് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ ഈ കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളാണ് 85% ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പിന്നാണോ ബ്രിട്ടീഷുകാർ നമുക്കൊന്നും ചെയ്തു തന്നില്ലെന്ന് പറയുന്നേ എന്ന് നമുക്കും ഒന്ന് തോന്നും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സമയത്തെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അണ്ടർ സ്റ്റാഗ്നേഷൻ ആയിരുന്നു. എന്താണ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ? നിശ്ചലാവസ്ഥയിലായിരുന്നു. അതായത് പ്രത്യേകിച്ച് പുരോഗമനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള പോയിന്റ് ആണ് അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, അതായത് അഗ്രികൾച്ചർ ആണോ? ആണ്. 85% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സമയത്ത് അഗ്രികൾച്ചറിന്, കാർഷിക മേഖലയ്ക്ക് വലുതായിട്ട് വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമല്ലോ, അതായത് നമുക്ക് ഉൽപാദനക്ഷമത എന്നൊക്കെ പറയും അല്ലെ. കാർഷിക ഉൽപാദനക്ഷമതയുണ്ട്. അപ്പൊ ഈ ഉൽപാദനക്ഷമതയൊക്കെ ഈ ഒരു സമയത്ത് എന്തായിരുന്നു, ഭയങ്കര കുറവായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര കുറവായിരുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി സ്ഥലമൊക്കെ കൂടി, അതായത് കൂടുതൽ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഈ പറയുന്നത് പോലെ മറ്റു ചില കാരണങ്ങൾ കാരണം ഈ ഒരു സമയത്ത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ നമുക്ക് ആക്ച്വലി സ്ഥലം കൂടിയിട്ടുണ്ട്, ഏരിയ കൾട്ടിവേറ്റ് ചെയ്തത് കൂടി, നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏരിയ കൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രൊഡക്ടിവിറ്റി കൂടണമെന്നുണ്ടോ? അതായത് നമ്മൾ പെർ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് കൂടണം എന്നുണ്ടോ? ഇല്ല. ഇവിടെ കൃഷി കൂടുന്നുണ്ട്, പക്ഷേ അതിന് എന്താണ് പ്രൊപ്പോർഷണൽ ആയിട്ട് അവിടുത്തെ എന്ത് കൂടുന്നില്ല? പ്രൊഡക്ടിവിറ്റി, അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ട് കൂടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് നമ്മളൊരു കാരണം പറയുന്നത് മെയിൻ ആയിട്ടും അവിടെ ഉണ്ടായിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ്. ഓക്കെ,
അതിന് നമ്മൾ ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാര് അവർക്ക് അല്ല ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടേത്. അപ്പൊ അവർക്ക് എങ്ങനെയായാലും പൈസ കിട്ടിയാൽ മതി. അവർക്ക് അങ്ങനെ അവർ അതിനു വേണ്ടിയിട്ട് കുറെ ലാൻഡ് സെറ്റിൽമെന്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂനികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കൊളോണിയൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് സെമീൻദാരി സിസ്റ്റം ആണ് കേട്ടോ. സെമീൻദാരി സിസ്റ്റം പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ എന്താണ് ചെറിയൊരു കോൺസെപ്റ്റ് ആണ് സെമീൻദാരി സിസ്റ്റം. ഓക്കെ, നമ്മുടെ എന്താണ് അന്നത്തെ ബംഗാളിലൊക്കെ പ്രധാനമായിട്ടും കേട്ടോ, അത് ഞാനിവിടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ബംഗാളില്, അതായത് നമ്മളെ ഇന്നത്തെ വെസ്റ്റ് ബംഗാള് ബംഗ്ലാദേശ് ആയിട്ട് കിടക്കുന്ന ബംഗാൾ ഉണ്ടല്ലോ, അപ്പൊ ആ ബംഗാളിന്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു അന്ന് ഈ പറയുന്ന എന്താണ് സെമീൻദാരി സിസ്റ്റം മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബംഗാളിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ കൃഷിയായിരുന്നു മെയിൻ. പക്ഷെ കൃഷിക്ക് പുരോഗമനം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഇനി സെമീൻദാരി സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഭൂനികുതി സമ്പ്രദായം കാരണമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഈ സെമീൻദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സെമീൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് മിഡിൽ മാൻ ആണെന്ന് നമുക്ക് പറയാം. മിഡിൽ മാൻ ആണ്, അതായത് ഇടനിലക്കാരാണ്. ഇപ്പൊ ഞാൻ ഒരു കർഷകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കൃഷിസ്ഥലത്ത് നിന്ന് കിട്ടുന്ന എന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ സെമീൻദാർക്ക് കൊടുക്കണം. അപ്പം കൃഷി ചെയ്ത് എനിക്കായിരിക്കത്തില്ല അതിന്റെ ലാഭം കിട്ടുന്നത്, പകരം ഈ സെമീൻദാർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ സെമീൻദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സെമീൻദാർ പിന്നെ കൊണ്ടുവന്ന് അത് എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെമീൻദാർസ് എന്ന് പറയുന്നത്. ഇനി ഇവരെന്തെങ്കിലും ഈ കൃഷി പുരോഗമിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല കേട്ടോ. അങ്ങനെ കൃഷി പുരോഗമിക്കാൻ വേണ്ടിയിട്ടൊന്നും അവരൊന്നും ചെയ്യാറില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അവരുടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ലാഭം കിട്ടണം. ലാഭം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ലാഭം പോയി എടുക്കും. ഇതാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതായത് കർഷകർക്ക് കിട്ടേണ്ട ലാഭം പോയി കൈക്കലാക്കുന്ന ഇടനിലക്കാരെയാണ് നമ്മൾ ഈ സെമീൻദാർസ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാനൊരു കർഷകയാണ്, ഞാനൊരു ഗോതമ്പ് കർഷകയാണെന്ന് ചുമ്മാ നിങ്ങളൊന്ന് വിചാരിക്കുക. അപ്പോ എനിക്ക് ഗോതമ്പൊക്കെ അത്യാവശ്യം കൃഷി ചെയ്ത് കുറച്ച് ലാഭം കിട്ടി. അപ്പൊ ഞാൻ ഈ ലാഭത്തിന്റെ ഒരു വിഹിതം ആർക്ക് കൊടുക്കണം? സെമീൻദാർക്ക് കൊടുക്കണം. അപ്പോ ഒരു വട്ടം എനിക്ക് അത്യാവശ്യം നല്ല വിഹിതം കിട്ടി, നല്ല ലാഭം കിട്ടി. പക്ഷെ അടുത്തൊരു വട്ടം ആയപ്പോ ഭയങ്കര മഴയും അതുപോലെ തന്നെ കാലാവസ്ഥ മാറ്റവും ഒക്കെ ആയപ്പോ എന്റെ ഗോതമ്പെല്ലാം ചീത്തായിപ്പോയി. പക്ഷെ അത് ഈ സെമീൻദാറിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് കൾട്ടിവേറ്റേഴ്സിന്റെ, കർഷകരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയണ്ട. ഇവർക്ക് അങ്ങനെ സ്നേഹമോ സഹതാപമോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവര് പൈസ വന്ന് ചോദിക്കുമ്പോ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അവിടുത്തെ കടമ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മുടെ കയ്യിൽ കാശില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ നമ്മുടെ വേറെ വല്ലതും എടുത്തോണ്ട് പോകും. അപ്പൊ അങ്ങനെ ഇത് ഈ കർഷകർക്ക് ഭയങ്കര സ്ട്രെസ്സും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് പ്രഷറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അതായത് ഓൾറെഡി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പൈസ കൊടുക്കണം. അപ്പൊ അത് അവിടെ വരൾച്ചയാണെന്നോ അല്ലെങ്കിൽ മഴ കാരണം കൃഷി നശിച്ചെന്നോ ഒന്നും നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ഒരു മെയിൻ കാരണം, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ പറയാം? തീർച്ചയായിട്ടും ഇനാഡിക്വേറ്റ് ടെക്നോളജി ആയിരുന്നു അല്ലെ? ഈ സാങ്കേതിക വിദ്യ, അതായത് സാങ്കേതിക വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ ട്രാക്ടറോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉള്ള മെഷീനുകള്, സംഭവങ്ങള്, ഇതൊന്നും അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ കർഷകർക്കിടയിൽ ഉപയോഗിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ജലസേചനം കൊടുത്തിരുന്നില്ല. അവർക്ക് ഇപ്പം വാട്ടർ പമ്പുകളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ടാങ്കുകളോ അങ്ങനെയുള്ള വെള്ളത്തിന്റെ കാര്യങ്ങൾ കിട്ടിയിരുന്നില്ല. പിന്നെ ഫെർട്ടിലൈസേഴ്സ് അല്ലെ, എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ കീടനാശിനികള്, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും അവർക്ക് കൊടുത്തിരുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും കീടനാശിനി ഉപയോഗിക്കുന്നത് നല്ലതാണോ? നമ്മൾ നല്ലതാണെന്നല്ല, ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം കൃഷിനാശം സംഭവിക്കുന്നതിലും കർഷകർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൃഷിക്ക് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോ അതുകൊണ്ട്
ഈ ഇനാഡിക്വേറ്റ് ടെക്നോളജി, ലാൻഡ് സെറ്റിൽമെന്റ്, ഇറിഗേഷന്റെ പ്രശ്നം, ഫെർട്ടിലൈസേഴ്സ്, അപ്പൊ ഇതെല്ലാം നമുക്ക് എന്തിന്റെ ഇതായിട്ട് പറയാൻ പറ്റും? ഇതെല്ലാം ഈ ലോ പ്രൊഡക്ടിവിറ്റി, ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമായി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇതെല്ലാം ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമായി എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മള് എന്താണ് കർഷകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു കർഷകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നതിന്റെ ഒരു ലാഭം ഈ പറയുന്ന സെമീൻദാറുകൾക്ക് കൊടുക്കണം. അപ്പൊ അവിടെ നമ്മുടെ എക്കണോമിക് കണ്ടീഷനോ സംഭവം ഒന്നും അവർ നോക്കില്ല. അതൊരു മെയിൻ കാരണമാണ് കേട്ടോ, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു മെയിൻ കാരണമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയുടെ പ്രശ്നങ്ങള്, കറക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടാത്ത പ്രശ്നങ്ങള്, ഫെർട്ടിലൈസേഴ്സ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന്റെ, അതായത് കാർഷിക വാണിജ്യവൽക്കരണം എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതായത് സാധാരണയായിട്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ പട്ടിണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഏത് തരം വിളകളായിരിക്കും നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? കണ്ണും പൂട്ടി നിങ്ങൾ പറയല്ലേ, നമ്മൾ ഭക്ഷ്യവിളകളായിരിക്കും, ഫുഡ് ക്രോപ്സ് ആയിരിക്കും. കാരണം നമുക്ക് ആഹാരം കിട്ടാനുള്ള വക വേണം. അപ്പൊ നമുക്ക് ഫുഡ് ക്രോപ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ വാട്ട് അബൌട്ട് ബ്രിട്ടീഷ് പീരീഡ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പീരീഡിലെ ഒരു സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു കാലയളവില് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്യാഷ് ക്രോപ്സിനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്യാഷ് ക്രോപ്സോ, ക്യാഷോ, അതെന്താ? ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയും. അതായത് നല്ല ലാഭം കിട്ടുന്ന അങ്ങനത്തെ ഉള്ള വിളകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഉള്ള ക്യാഷ് ക്രോപ്പുകൾക്കാണ് ബ്രിട്ടീഷുകാര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, നമുക്ക് 10 കാശ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പകരം അവർക്ക് ഇങ്ങനത്തെ ഉള്ള കോട്ടണും സാധനങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റോ മെറ്റീരിയൽസ് അല്ലെ, ആ കോട്ടൺ ഒക്കെ എടുത്ത് ഇവർക്ക് ബ്രിട്ടനിൽ കൊണ്ടുപോയി തുണിയൊക്കെ ആക്കിയിട്ട് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞല്ലോ, സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആക്കി മാറ്റി നമ്മുടെ ഇന്ത്യയെ. ഓക്കെ, അപ്പോ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഫുഡ് ക്രോപ്സിന് പകരം, ഓക്കെ, നമുക്ക് ഭക്ഷ്യവിളകൾക്ക് പകരം നമ്മൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ്, ഫാമേഴ്സിനെ കമ്പലി ഏൽപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അവർക്ക് ഇഷ്ടമൊന്നുമല്ല, അവരെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കിപ്പിച്ചതിനെയാണ് നമ്മൾ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് ക്രോപ്സ് ആണ് അല്ലെ, ഫുഡ് ക്രോപ്സിന് പകരം അവിടെ ഫാർമേഴ്സ് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്യാഷ് ക്രോപ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഞാൻ ഇവിടെ എഴുതിയിട്ട് തരാം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇത് എക്സാമിനെ ഇങ്ങനെ തന്നെ ചോദിക്കും. എങ്ങനെയാ ചോദിക്കുന്നതെന്ന് അറിയോ? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫൈൻ ചെയ്യൂ എന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രികൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. കാരണം അവർക്ക് കോട്ടൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഇന്ത്യയില് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഇറിഗേഷന്റെ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് ഇറിഗേഷൻ ഒക്കെ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ചെറിയ രീതിയിലൊക്കെ ഇറിഗേഷൻ ഡെവലപ്പ് ആവുന്നുണ്ട്. എങ്കിൽ പോലും അന്നത്തെ കാലത്ത് മറ്റ് ചില പ്രശ്നങ്ങൾ, അതായത് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എന്താണ് ഈ ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെഷീൻസോ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും അഗ്രികൾച്ചറിൽ അന്ന് അവർ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് കൺട്രോൾ ആണ്. അപ്പൊ ഈ എക്കൽ സമതലങ്ങൾ അല്ലെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർത്തേൺ പ്ലെയിൻസ് ആണ്. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ നദികളൊക്കെ ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഒക്കെ ഒഴുകി പോകുന്ന സ്ഥലമല്ലേ. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് ഒക്കെ ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും. പക്ഷെ ഈ വെള്ളപ്പൊക്കത്തെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമോ, ഇനി മണ്ണിനുണ്ടാവുന്ന ഈ മണ്ണിന്റെ അമ്ലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്, ഡീസാലനൈസേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ, കൃത്യമായിട്ട് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ, കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊന്നും ബ്രിട്ടീഷുകാർക്ക് അന്ന് അതിനൊന്നും മുതിരുന്നില്ല. കാരണം അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അവർക്ക് അവരുടെ രാജ്യം വളർന്നാൽ പോരെ, അവർക്ക് ഇന്ത്യ വളർന്ന് പന്തലിക്കണം എന്നൊന്നും അവർക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള
നമ്മളിങ്ങനെ പറയത്തില്ലേ, ഒരു യൂസ് ചെയ്യുക എന്ന് പറയത്തില്ലേ, അതേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇന്ത്യ ആക്ച്വലി ബ്രിട്ടീഷുകാർ മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയായിരുന്നു. ദാദാഭായ് നവറോജിയൊക്കെ ഡ്രെയിൻ തിയറി എന്നൊക്കെയാണ് അതിനെ പറഞ്ഞത് അല്ലെ, ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്നൊക്കെ പറഞ്ഞതാണ്. അതായത് നമ്മുടെ എല്ലാം ഇവിടുന്ന് ഊറ്റിക്കൊണ്ട് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മുടെ ധനവും നമ്മുടെ സമ്പത്തും എല്ലാം ഇവിടുന്ന് ചോർത്തിക്കൊണ്ടു പോകുന്ന ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് കേട്ടോ, ദാദാഭായ് നവറോജി. അപ്പോ വളരെ കുറച്ച് കർഷകർ ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒക്കെ വരുമ്പോൾ ആ ഒരു രീതിയൊക്കെ എന്താണ് പിന്തുടർന്ന് പോകുന്നുണ്ട്. എങ്കിൽ പോലും ബാക്കി ഒരു ഭൂരിപക്ഷം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഈ പാവപ്പെട്ടവരായിട്ട് സ്വന്തമായിട്ട് ഭൂമി പോലും ഇല്ലാതെ മറ്റൊരാളുടെ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് എന്നാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യം. അതായത് ഇന്ത്യയിലെ അഗ്രികൾച്ചറിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാണ്. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അഗ്രികൾച്ചർ സെക്ടറിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ അവിടെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോയിന്റ് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിന് പകരം നമ്മൾ വേറുള്ള സാധനങ്ങൾ അല്ലെ, ക്യാഷ് ക്രോപ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഇതിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്ന പോർഷൻ വരെ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.